എല്ലാവർക്കും കമലോബിൽ PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങുവാണ്. ഇന്ന് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, 44/2025 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്. ഓക്കെ, അപ്പോൾ ശരി നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇവയിൽ ഏതാണ് വനങ്ങളുടെ പരോക്ഷ നേട്ടം അല്ലാത്തത്? വനങ്ങളുടെ പരോക്ഷ നേട്ടം അല്ലാത്തത്. അപ്പോൾ പരോക്ഷ നേട്ടം, പ്രത്യക്ഷ നേട്ടം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചു കാണും അല്ലേ. ഇതിലേതാണ് പരോക്ഷ നേട്ടം അല്ലാത്തത്? തടി ഉൽപ്പാദനം, മണ്ണ് സംരക്ഷണം, കാലാവസ്ഥാ സ്ഥിരത, ജൈവ വൈവിധ്യ സംരക്ഷണം. അപ്പോൾ നമുക്കറിയാം, ഈ മണ്ണ് സംരക്ഷണം, കാലാവസ്ഥാ സ്ഥിരത, ജൈവ വൈവിധ്യ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ അതെന്താണ്? പരോക്ഷ നേട്ടമാണ്. പരോക്ഷ നേട്ടമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പരോക്ഷ നേട്ടം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ, തടി ഉൽപ്പാദനം. ഇതാണ് നമ്മുടെ ഉത്തരം. തടി ഉൽപ്പാദനം എന്തല്ല? പരോക്ഷ നേട്ടമല്ല. ഓക്കെ, മനസ്സിലായി. അത് പ്രത്യക്ഷ നേട്ടമാണല്ലേ. ഓക്കെ, അപ്പം വനങ്ങളുടെ പരോക്ഷ നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ പഠിച്ചു വെക്കണം. മണ്ണ് സംരക്ഷണം, കാലാവസ്ഥാ സ്ഥിരത, ജൈവ വൈവിധ്യ സംരക്ഷണം ഒക്കെ വനങ്ങളുടെ പരോക്ഷ നേട്ടമാണ്. ഓക്കെ, പരോക്ഷ നേട്ടം അല്ലാത്തത് ഇതിൽ ഏതേ ഉള്ളൂ? തടി ഉൽപ്പാദനം. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അത് വായിക്കുന്ന സമയത്ത് നമുക്കൊന്ന് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും അല്ലേ, പരോക്ഷ നേട്ടം അല്ലാത്തത്. ഓക്കെ, ഈ നമ്മുടെ എക്സാമിൽ നേട്ടമാണോ നേട്ടം അല്ലാത്തതാണോ എന്നൊക്കെ ചോദിച്ചേക്കുന്നതെന്ന് കൃത്യമായിട്ട് ആദ്യം മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരം തെറ്റിപ്പോവും. ഓക്കെ, ഇനി നമുക്ക് ഈ വനങ്ങൾ കൊണ്ടുള്ള പരോക്ഷ നേട്ടങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം അല്ലേ. ഇപ്പോൾ വനങ്ങൾ കൊണ്ടുള്ള പരോക്ഷ നേട്ടങ്ങൾ: വിനോദസഞ്ചാരം. ഒരു സ്ഥലത്ത് ഇപ്പോൾ വനങ്ങളുണ്ടെങ്കിൽ അവിടെ വിനോദസഞ്ചാരം കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കപ്പെടും അല്ലേ. എന്ന് വെച്ചാൽ വിനോദസഞ്ചാരികൾ അവിടോട്ട് എത്തും. റിസർവ് ചെയ്തതും സംരക്ഷിതവുമായ വനങ്ങളും സങ്കേതങ്ങളും ഒക്കെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാറുണ്ട്, നമുക്കറിയാം. അപ്പോൾ വിനോദസഞ്ചാരത്തിനുള്ളൊരു സാധ്യത അവിടെ തുറന്നു കൊടുക്കപ്പെടുവാണ്. ഇനി അടുത്തത് കാലാവസ്ഥാ സ്ഥിരത. വനങ്ങൾ ധാരാളമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാലാവസ്ഥാ സ്ഥിരത ഉണ്ടാവും. അതെങ്ങനെ? വനങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഓക്കെ, കാർബൺ സിങ്കുകളായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തുവാണ് ഈ കാർബൺ സിങ്കുകൾ എന്ന് പറഞ്ഞാൽ? നമ്മുടെ അന്തരീക്ഷത്തിലോട്ട് പോകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ചു വെക്കാനുള്ള, അല്ലെങ്കിൽ അതിനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി ആർക്കൊക്കെയാണുള്ളത്? വനങ്ങൾക്ക്, സമുദ്രങ്ങൾക്കൊക്കെയാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യാനുള്ള ശേഷിയുള്ളത്. അപ്പോൾ അതവിടെ ഓർത്തു വെച്ചേക്കുക. വനങ്ങൾ കാർബൺ സിങ്കുകളായിട്ട് പ്രവർത്തിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഓക്കെ, പിന്നെ താപനിലയെ സ്വാധീനിക്കുന്നുണ്ട്, മഴയെ സ്വാധീനിക്കുന്നുണ്ട്. നല്ല വനപ്രദേശത്താണെങ്കിൽ കൂടുതൽ റെയിൻഫോൾ കിട്ടും അല്ലേ. ഇനി ആർദ്രതയെ സ്വാധീനിക്കുന്നുണ്ട്, ഹ്യൂമിഡിറ്റിയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ കാലാവസ്ഥാ സ്ഥിരത നിലനിർത്തുന്നതിൽ വനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു. അതൊരു പരോക്ഷ നേട്ടമാണ്. ഇനി മണ്ണൊലിപ്പ് തടയുന്നു. മരങ്ങൾ മണ്ണൊലിപ്പ് തടയുന്നു നമുക്കറിയാം അല്ലേ. ഈ വേര് കൊണ്ട് മണ്ണിനെ ഇങ്ങനെ പിടിച്ചു നിർത്തും. വനങ്ങൾ മണ്ണിനെ സ്ഥിരപ്പെടുത്തുന്നതിനും മണ്ണൊലിപ്പ് തടയുന്നതിനും അതുപോലെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. അതുപോലെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള സ്വാഭാവിക സംരക്ഷണമാണ് ഈ ഒരു വനമേഖല. അതുപോലെ വനങ്ങൾ മരുഭൂമിവൽക്കരണം തടയുന്നു, ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് പ്രാധാന്യം വഹിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ അവിടെ ഓർത്തു വെച്ചേക്കുക. അപ്പോൾ വനങ്ങൾ കൊണ്ടുള്ള പരോക്ഷ നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഏതൊക്കെയാണ് പറഞ്ഞേ? വിനോദസഞ്ചാരം, കാലാവസ്ഥാ സ്ഥിരത, മണ്ണൊലിപ്പ് തടയുന്നത്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള സ്വാഭാവിക സംരക്ഷണം, മരുഭൂമിവൽക്കരണം തടയുന്നത്, ജൈവ വൈവിധ്യ സംരക്ഷണം. ഇതൊക്കെ പരോക്ഷ നേട്ടങ്ങളാണ്. ഓക്കെ, അപ്പോൾ പ്രത്യക്ഷ നേട്ടങ്ങളും കൂടെ പഠിക്കണ്ടേ? വനങ്ങൾ കൊണ്ടുള്ള പ്രത്യക്ഷ നേട്ടങ്ങൾ: ഭക്ഷണം, വാസസ്ഥലം, ഇന്ധനം, അതുപോലെ വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കൾ. ഇതെല്ലാം വനങ്ങൾ പ്രദാനം ചെയ്യുന്നു അല്ലേ. നമുക്കറിയാം, പണ്ട് മുതലേ മനുഷ്യൻ കാട്ടിൽ നിന്നാണ് കായിക പറിച്ചു നിന്നാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ നമുക്കറിയാം. അതുപോലെ ഇപ്പോഴും കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതുപോലെ അവർ ശേഖരിക്കുന്ന സാധനങ്ങൾ ഈ നാട്ടിൽ താമസിക്കുന്ന നമുക്ക് അവർ എത്തിച്ചു തരുന്നുണ്ട് അല്ലേ. അപ്പം ഭക്ഷണം, വനമേഖലയിലുള്ള മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ ഭക്ഷ്യവസ്തുക്കൾ പ്രദാനം ചെയ്യുന്നത് കാടാണ്, അല്ലെങ്കിൽ വനങ്ങളാണ്. ഇനി വാസസ്ഥലം. വനം പല ജീവജാലങ്ങളുടെയും സ്വാഭാവിക ആവാസ വ്യവസ്ഥയാണ്. എന്തുമാത്രം ജീവജാലങ്ങൾ, സസ്യജന്തുജാലങ്ങൾ ഒരു വനത്തിലുണ്ടാവും അല്ലേ. ഇനി ഇന്ധനങ്ങളുടെ ഒരു പ്രധാന സ്രോതസ്സാണ് വനങ്ങൾ. അതുപോലെ വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കൾ നമുക്കറിയാം. ഈ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി മുള, അങ്ങനെ മരങ്ങൾ കൊണ്ടുവരുന്നത് എല്ലാം വനത്തിൽ നിന്നാണല്ലേ.
അതുപോലെ വ്യവസായങ്ങൾക്കുള്ള മറ്റനേകം അസംസ്കൃത വസ്തുക്കൾ വനം പ്രദാനം ചെയ്യുന്നു. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഈ ഭക്ഷണം, വാസസ്ഥലം, ഇന്ധനം, അപ്പോൾ ഈ ഇന്ധനത്തിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നേരത്തെ പറഞ്ഞ തടി ഉൽപ്പാദനമൊക്കെ പെടുത്താം അല്ലേ? ഓക്കെ, അപ്പോൾ അത് വനങ്ങൾ കൊണ്ടുള്ള പ്രത്യക്ഷ നേട്ടങ്ങളാണ്. മനസ്സിലായില്ലേ? ഇനി അവിടെ പറയാനുള്ള അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് NTFP. ഓക്കെ, ഇത് മുന്നേ എക്സാമിന് ചോദിച്ചതാണ്. ഇതൊരു PYQ ആണ് കേട്ടോ. NTFP എന്ന് പറഞ്ഞാൽ ഇതൊരു PYQ ആണ്. നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്തുവാണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഈ ഫുൾ ഫോം അറിയാമെങ്കിൽ ഈ കാര്യം എന്താണെന്ന് പിടികിട്ടും. നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ്. നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ടിമ്പർ അല്ലാത്ത ഫോറസ്റ്റ് പ്രൊഡക്ട്സ്. ടിമ്പർ എന്ന് പറഞ്ഞാൽ എന്തുവാ? തടി. അപ്പോൾ തടി ഒഴികെയുള്ള ഏതൊരു ഉൽപ്പന്നവും, വനത്തിൽ നിന്ന് ലഭിക്കുന്ന തടി ഒഴികെയുള്ള ഉൽപ്പന്നങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫ്രൂട്ട്സ് വരും, വെജിറ്റബിൾസ് വരും, അതുപോലെ മത്സ്യങ്ങൾ വരും, വേട്ടമൃഗങ്ങൾ വരും, ഔഷധ സസ്യങ്ങൾ, റെസിൻസ്, പുല്ലുകൾ, അങ്ങനെ എല്ലാം അതിൽ ഉൾപ്പെടും. ഓക്കെയാണ്. അപ്പോൾ ശരി, നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ഓൾറെഡി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളത് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഞാൻ കുറച്ച് സ്പീഡായി പോകുന്നുണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. താഴെ പറയുന്നതിൽ ഇന്ത്യയിലെ ഒരു പ്രധാന വനവിഭാഗം അല്ലാത്തത് ഏതാണ്? അപ്പോൾ ഇന്ത്യയിലെ വനങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇന്ത്യയിലെ വനങ്ങളുടെ ടൈപ്പ് പഠിക്കാനുണ്ട്. അതുപോലെ കേരളത്തിലെയും വനങ്ങളുടെ ടൈപ്പ് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഇതിൽ ഇന്ത്യയിലെ ഒരു പ്രധാന വനവിഭാഗം അല്ലാത്തത് ഏതാണ്? ഉഷ്ണമേഖലാ മഴക്കാടുകൾ, മൗണ്ടെയിൻ വനം, ടൈഗ വനം, കണ്ടൽക്കാടുകൾ. ഇതിലേതാണ്? ടൈഗ വനം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ടൈഗ വനം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല അല്ലേ? അപ്പോൾ ടൈഗ വനമാണ് ഇവിടെ ഉത്തരം. ഓക്കെ, ശരി, ഓപ്ഷൻ സി ടൈഗ വനമാണ് ഉത്തരം. ബാക്കിയെല്ലാം ഉഷ്ണമേഖല മഴക്കാടുകൾ ഇന്ത്യയിലുണ്ട്. മൗണ്ടെയിൻ വനം, പർവ്വത വനങ്ങളാണ് അവിടെ ഉദ്ദേശിച്ചത്. പിന്നെ കണ്ടൽ കാടുകൾ, ഇതെല്ലാം ഇന്ത്യയിലുള്ള വനവിഭാഗങ്ങളാണല്ലേ? ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് നോക്കാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളും അർദ്ധ നിത്യഹരിത വനങ്ങളും. ഓക്കെ, ട്രോപ്പിക്കൽ എവർഗ്രീൻ ആൻഡ് സെമി എവർഗ്രീൻ ഫോറസ്റ്റ്. നിത്യഹരിത വനങ്ങളുണ്ട് അല്ലേ? ഇന്ത്യയിൽ നിത്യഹരിത വനങ്ങളുണ്ട്, അർദ്ധ നിത്യഹരിത വനങ്ങളുണ്ട്. 200 സെൻറ്റിമീറ്ററിന് മേലെ മഴ ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലാണ് നിത്യഹരിത വനങ്ങൾ ഉണ്ടാവുന്നത്. ഒരുപാട് വെള്ളം കിട്ടുമ്പോൾ അവർക്ക് നന്നായിട്ട് വളരാൻ പറ്റുന്നു. വർഷം മുഴുവൻ ഇങ്ങനെ പച്ചപ്പോടുകൂടി നിൽക്കുന്ന വനങ്ങളെയാണ് നമ്മൾ നിത്യഹരിത വനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് എവിടെയൊക്കെയാണുള്ളത്? പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ചെരുവിൽ, അതുപോലെ ഇന്ത്യയുടെ വടക്ക് പ്രദേശങ്ങളിൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലൊക്കെ നിത്യഹരിത വനങ്ങളും അർദ്ധ നിത്യഹരിത വനങ്ങളുമാണ് ഉള്ളത്. ഇനി അടുത്തത് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഓക്കെ, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്നു. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അത് മൺസൂൺ വനങ്ങളാണ്, ഇലപൊഴിയും വനങ്ങളാണ്. ഇനി അടുത്തത് ഉഷ്ണമേഖല മുൾക്കാടുകൾ. എന്തുവാണ് മുൾക്കാടെന്ന് പറഞ്ഞാൽ? വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ വനങ്ങളാണ്. 50 സെൻറ്റിമീറ്ററിന് താഴെ മാത്രം മഴ ലഭിക്കുന്ന വരണ്ട പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, 50 സെൻറ്റിമീറ്ററിന് താഴെ മാത്രം ഇവിടെ മഴ ലഭിക്കുന്നതെന്നാണ്. മഴ ലഭിക്കുന്ന വരണ്ട പ്രദേശങ്ങളിലാണ് ഈ ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പം മഴ കുറവുള്ള പ്രദേശങ്ങളിലാണ് എന്ത് കിട്ടുക? അല്ലെങ്കിൽ എന്തുണ്ടാവുക? ഈ ഉഷ്ണമേഖല മുൾക്കാടുകൾ ഉണ്ടാവുക. നമുക്കറിയാം ഈ മരുഭൂമി പ്രദേശങ്ങളിൽ, രാജസ്ഥാനിൽ അല്ലെങ്കിൽ നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ വരണ്ട സ്ഥലങ്ങളിലൊക്കെ എന്തുവാണ്? കുറ്റിച്ചെടികളാണ്, പുല്ലുകളും കുറ്റിച്ചെടികളും ഒക്കെയാണ് അവിടെ കാണുക. അപ്പോൾ അത് മാത്രം ഓർത്താൽ മതി. ഇനി അടുത്തത് പർവ്വതവനങ്ങൾ. പർവ്വതവനങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. വടക്കൻ പർവ്വതവനങ്ങളും ഉണ്ട്, തെക്കൻ പർവ്വതവനങ്ങളും ഉണ്ട്. വടക്കൻ പർവ്വതവനങ്ങൾ ഹിമാലയത്തിൻ്റെ താഴ്വാരത്തുള്ള വനങ്ങളെയാണ് നമ്മൾ വടക്കൻ പർവ്വതവനങ്ങൾ എന്ന് പറയുന്നത്. തെക്കൻ പർവ്വതവനങ്ങൾ എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടം, വിന്ധ്യാനിരകൾ, നീലഗിരി എന്നീ പ്രദേശത്തുള്ള വനങ്ങളാണ് തെക്കൻ പർവ്വതവനങ്ങൾ. ഓക്കെ അല്ലേ? ഇനി നീലഗിരി, ആനമല, പളനി കുന്നുകളിലെ മിതോഷ്ണ വനങ്ങൾ അറിയപ്പെടുന്നത് ചോലവനങ്ങൾ എന്നാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ചോലവനങ്ങൾ. നീലഗിരി, ആനമല, പളനി കുന്നുകളിലെ മിതോഷ്ണ വനങ്ങൾ അറിയപ്പെടുന്നത് ചോലവനങ്ങൾ എന്നാണ്. പിന്നെ അതുപോലെ കടലോര ചതുപ്പുനില വനങ്ങളുണ്ട്. കടലോര ചതുപ്പുനില വനങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ? ഇവിടെ നിത്യഹരിത വനങ്ങളും അർദ്ധ നിത്യഹരിത വനങ്ങളും ഉണ്ട്, ഇലപൊഴിയും വനങ്ങളുണ്ട്, മുൾക്കാടുകളുണ്ട്, പർവ്വത വനങ്ങളുണ്ട്, കടലോര ചതുപ്പുനില വനങ്ങളുണ്ട്. ഓക്കെയാണ്.
ഇതിൻ്റെ പ്രത്യേകതകളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി കണ്ടൽ വനങ്ങളെ കുറിച്ച് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കണ്ടൽ വനങ്ങൾ ഉപ്പുരസമുള്ള മണ്ണിലാണ് ഈ കണ്ടലുകൾ വളരുന്നത്. ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്നു. അപ്പോൾ ഈ ഉപ്പുരസമുള്ള മണ്ണ് എവിടെയാണ് ഉള്ളത്? കടലും പുകയും ചേരുന്ന പ്രദേശങ്ങളിൽ അല്ലേ? കടൽ കായലുമായിട്ട് അല്ലെങ്കിൽ പുകയുമായിട്ടൊക്കെ ചേരുന്ന പ്രദേശങ്ങളിലാണ് ഉപ്പുരസമുള്ള മണ്ണുള്ളത്. അപ്പോൾ ഈ ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേകതരം സസ്യജാലങ്ങളാണ് കണ്ടലുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ലോകത്തിലെ കണ്ടൽ കാടുകളുടെ ഒരു 7% എവിടെയുണ്ട്? ഇന്ത്യയിലാണ്. ഓക്കെ, ഇതിൽ തന്നെ നമുക്കറിയാം ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടൽ വന മേഖല എവിടെയാണ്? ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റകളിൽ കാണപ്പെടുന്ന വനങ്ങൾ. ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുന്ദർബൻസ് ഡെൽറ്റയിൽ ധാരാളമായിട്ട് ഈ കണ്ടലുകൾ കാണപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടൽ വനമാണ് ഈ സുന്ദർബൻസ് ഡെൽറ്റ എന്ന് പറയുന്നത്. ശരി, ഇനി കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. വെസ്റ്റ് ബംഗാളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്നത്. വെസ്റ്റ് ബംഗാളിലാണ്. അപ്പോൾ ചോദിക്കാം, ഏറ്റവും കുറവ് കണ്ടൽ കാടുകൾ ഉള്ളത് കേരളത്തിലാണ്. ഓക്കെ, വെരി ഗുഡ്. കണ്ടൽ കാടുകൾ ഏറ്റവും കുറവുള്ളത് എവിടെയാണ്? കേരളത്തിൽ. ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? പശ്ചിമ ബംഗാളിൽ. പശ്ചിമ ബംഗാളിലാണ് ഈ സുന്ദർബൻസ് ഡെൽറ്റ. അത് അവിടെ ഓർത്തു വെച്ചേക്കുക. പിന്നെ റോയൽ ബംഗാൾ ടൈഗർ കാണപ്പെടുന്നത് ഈ സുന്ദർബൻസ് ഡെൽറ്റയിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സുന്ദർബൻസ് ഡെൽറ്റയിലുള്ള കണ്ടലിൻ്റെ പേരാണ് സുന്ദരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ അവിടെ ഓർത്തു വെച്ചേക്കുക. ഇനി കണ്ടൽ ചെടി സംരക്ഷണത്തിലൂടെ പ്രസിദ്ധനായ കേരളീയനാണ് കല്ലേൻ പൊക്കുടൻ. കേട്ടിട്ടുണ്ടാവും, ധാരാളമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കല്ലേൻ പൊക്കുടൻ. അദ്ദേഹം ഒരുപാട് കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം. കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം, കല്ലേൻ പൊക്കുടൻ, കണ്ടൽ കാടുകൾ. ഓക്കെ, ഈസിയാണല്ലേ? ശരി, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം. ഏതാണ്? അത് മധ്യപ്രദേശാണ്. കേരളമല്ല, അരുണാചൽ പ്രദേശല്ല, കർണാടകയല്ല, മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലോട്ട് നമുക്ക് പോവാം. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇന്ത്യയുടെ 33% വനം നമുക്ക് ആവശ്യമാണ്. 33% വനം ആവശ്യമാണ്. പക്ഷേ ഇന്ത്യയിൽ 33% വനം ഉണ്ടോ? ഇല്ല. ഇന്ത്യയുടെ വനവിസ്തൃതി എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 25.17%. അപ്പം ഏതാണ്ട് ഒരു 25% നമ്മുടെ ഇന്ത്യയുടെ വനവിസ്തൃതി. 33% വനം വേണം. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ നമുക്കൊരു 33% വനം ആവശ്യമാണ്. പക്ഷേ നമുക്ക് അത്രയുണ്ടോ? ഇല്ല, 25% വനമേ നമുക്കുള്ളൂ. ഓക്കെ, ഇനി വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമേഖലകളുള്ള 3 സംസ്ഥാനങ്ങൾ. ഒന്ന് മധ്യപ്രദേശ്, ഓക്കെ, അതുപോലെ അടുത്ത അരുണാചൽ പ്രദേശ്, പിന്നെ ഛത്തീസ്ഗഡ്. അപ്പോൾ ഇത് 3 ഇവിടെ ഓർത്ത് വെച്ചേക്കുക. മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വനമുള്ളത്. പിന്നെ അടുത്തത് അരുണാചൽ പ്രദേശ്, പിന്നെ അടുത്തത് ഛത്തീസ്ഗഡ്. അപ്പോൾ ഈ 3 സംസ്ഥാനങ്ങൾ ഓർത്തു വയ്ക്കുക. മധ്യപ്രദേശ്, പിന്നെ അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്. മധ്യപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്. ഓക്കെ, ഒരു മാക്ക് എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, മധ്യപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്. ഓക്കെ അല്ലേ? മധ്യപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്. ശരി, ഇനി കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം നമ്മൾ പഠിച്ചു, വെസ്റ്റ് ബംഗാളാണ്. കുറവ് എവിടെയാണെന്ന് പഠിച്ചു. കുറവ് കേരളത്തിലാണ് കേട്ടോ. ഇനി ചന്ദന മരങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ്. ചന്ദന മരങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. കോഫി കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എവിടെയെന്ന് അറിയാം? കർണാടകയിലാണ് അല്ലേ? ഇനി ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം നമ്മൾ പഠിച്ചു, മധ്യപ്രദേശാണ്. അപ്പം കുറവാണെങ്കിലോ? ഏറ്റവും കുറവ് എവിടെ? ഏറ്റവും കുഞ്ഞു സംസ്ഥാനം ഏതാ? ഗോവയാണ്. അപ്പം ഏറ്റവും കുറവ് വനവിസ്തൃതി ഗോവയിലാണ്. ശതമാന അടിസ്ഥാനത്തിൽ പെർസെൻറ്റേജ് വൈസ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ വനം ഉള്ളത് സിക്കിമിലാണ്. സിക്കിമിൻ്റെ 82.31% വനമാണ്. ആലോചിച്ച് നോക്ക്, സിക്കിമിൻ്റെ ഒരു 82% എന്തുവാ? വനമാണ്. ഓക്കെ, ഇനി ശതമാന അടിസ്ഥാനത്തിൽ വനം കുറവുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഹരിയാനയാണ്. ശതമാന അടിസ്ഥാനത്തിൽ വനം കുറവുള്ളത് ഹരിയാന. അതുപോലെ പഞ്ചാബ് ഹരിയാനയൊക്കെ എങ്ങനെയാ? വനമില്ല, വനം കുറവാണ് കേട്ടോ. ഏകദേശം 3% ഉള്ളൂ. ഇനി വനവിസ്തൃതി ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിക്കുവാണെങ്കിൽ അത് ചണ്ഡീഗഡാണ് വനവിസ്തൃതി ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം. നമുക്കറിയാം ഹരിയാനയും പഞ്ചാബും കൂടെ ഷെയർ ചെയ്യുന്നതാണ് ഈ ചണ്ഡീഗഡ്. അപ്പോൾ ഈ ചണ്ഡീഗഡിലാണ് ഏറ്റവും കുറവ്
വനമുള്ള കേന്ദ്രഭരണ പ്രദേശം. മനസ്സിലായി? ഇനി വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീരാണ്. അപ്പോൾ അവിടെ എന്താ പർവ്വത വനങ്ങളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെച്ചേക്കുക. ഒന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഓടിച്ചൊന്ന് പറയാം. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ വെസ്റ്റ് ബംഗാൾ, ചന്ദനമരങ്ങൾ ഏറ്റവും കൂടുതൽ കർണാടക, ഏറ്റവും കൂടുതൽ വനവിസ്തൃതി ഉള്ളത് മധ്യപ്രദേശ്, ഓർത്തു വെച്ചേക്കുക, മറന്നു പോകരുത്. ഏറ്റവും കുറവ് വനവിസ്തൃതി അത് ഗോവയിലാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനം സിക്കിമിലാണ്. സിക്കിമിൽ ഇഷ്ടം പോലെ വനം. ശതമാനാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അവരുടെ ഏരിയയുടെ ഒരു 82% വനമാണ്. ഇനി ശതമാനാടിസ്ഥാനത്തിൽ വനം വളരെ കുറവ് എവിടെയാണ്? അത് ഹരിയാനയിലാണ്. ഇനി വനവിസ്തൃതി ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം യൂണിയൻ ടെറിട്ടറി ഏതെന്ന് ചോദിച്ചാൽ അത് ചണ്ഡീഗഡാണ്. പിന്നെ വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരാണ്. വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ്. കാരണം പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ്. കാരണം എന്താണെന്നാണ് ചോദിച്ചത്. ചരിത്രപരമായ പ്രാധാന്യം, സമ്പന്നമായ ജൈവവൈവിധ്യവും പ്രാദേശികമായ ജീവിവർഗ്ഗങ്ങളും, വിശാലമായ കൃഷിഭൂമികൾ, വലിയ തോതിലുള്ള ഖനന പ്രവർത്തനങ്ങൾ. വളരെ എളുപ്പമുള്ളൊരു സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ അല്ലേ? ഇത് കണ്ടാൽ തന്നെ നമുക്ക് കണ്ണും പൂട്ടി ഉത്തരം എഴുതാം. ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ആൻസർ. സമ്പന്നമായ ജൈവവൈവിധ്യവും പ്രാദേശികമായ ജീവിവർഗ്ഗങ്ങളും. നമ്മുടെ ഇങ്ങനെ ഒരു എക്സാമിന്, ബീറ്റ് ഫോറസ്റ്റ് എക്സാമിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ വനങ്ങളെക്കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ജൈവവൈവിധ്യം, ജീവിവർഗ്ഗങ്ങൾ. അപ്പോൾ ഇത് തന്നെ ഉത്തരം. പിന്നെ ഒന്നും ആലോചിക്കേണ്ട. ഓപ്ഷൻ ബി സമ്പന്നമായ ജൈവവൈവിധ്യവും പ്രാദേശികമായ ജീവിവർഗ്ഗങ്ങളും. അപ്പോൾ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ വെസ്റ്റേൺ ഗട്ട്സിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചോളുക. ഇതിന്ന് ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആ മാർക്ക് കിട്ടണം കേട്ടോ. അപ്പം ഇവിടെ യുനെസ്കോ ലോക പൈതൃക സ്ഥലമായിട്ട് തിരഞ്ഞെടുത്തു. കാര്യം ഇവിടുത്തെ ജൈവവൈവിധ്യം, അതുപോലെ ഇവിടുത്തെ പ്രാദേശികമായ ജീവിവർഗ്ഗങ്ങളൊക്കെയാണ് അതിന് കാരണം. അപ്പോൾ നമുക്ക് പശ്ചിമഘട്ടത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് പഠിക്കാം. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അതിരിലൂടെ അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. ഓക്കെ, ഈ പശ്ചിമഘട്ടത്തിന് തന്നെ സഹ്യാദ്രി, സഹ്യപർവ്വതം എന്നീ പേരുകളിലൊക്കെ പശ്ചിമഘട്ടം അറിയപ്പെടുന്നുണ്ട്. ഗുജറാത്തിലെ താപ്തി നദീമുഖം മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. ഓക്കെ, ഗുജറാത്തിലെ താപ്തി നദീമുഖം മുതൽ അതുപോലെ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ ഈ ഒരു പശ്ചിമഘട്ടം എന്ത് ചെയ്യുന്നു? വ്യാപിച്ചു കിടക്കുന്നു. ശരി, ഇനി ഈ പശ്ചിമഘട്ടം ഉള്ളതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ പൂർവ്വഘട്ടം ഉണ്ടല്ലേ? ഈ പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവും കൂട്ടിമുട്ടുന്ന എവിടെ വെച്ചിട്ടാണ്? നീലഗിരിയിൽ വെച്ചിട്ടാണ്. അതൊന്ന് ഓർത്തോളണേ. എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടം ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഈ ഗുജറാത്ത് മുതൽ ഈ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെയാണ് പശ്ചിമഘട്ടം. ഓക്കെ, ഈ പശ്ചിമഘട്ടം. അതുപോലെ ഇപ്പുറത്തെ വശത്ത് എന്തുണ്ട്? പൂർവ്വഘട്ടം ഉണ്ട്. രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന എവിടെയാണ്? നീലഗിരി കുന്നുകളിലാണ്. നീലഗിരി. ഓക്കെ, ശരി. ഇനി അടുത്തത്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. ഇങ്ങനെ ആലോചിച്ച് നോക്ക്. ഗുജറാത്ത്, അതുപോലെ ഗുജറാത്തിൻ്റെ താഴെ മഹാരാഷ്ട്ര, മഹാരാഷ്ട്രയുടെ താഴെ ഒരു കുഞ്ഞു സംസ്ഥാനം ഗോവയുണ്ട്, പിന്നെ കർണാടകയാണ്, പിന്നെ കേരളമാണ്. കേരളം കഴിഞ്ഞ് അപ്പുറത്ത് തമിഴ്നാടും ഉണ്ട് അല്ലേ? അപ്പം ഈ സംസ്ഥാനങ്ങളിലൂടെ, ഈ 6 സംസ്ഥാനങ്ങളിലൂടെ വളരെ എളുപ്പം അല്ലേ പഠിച്ചേ? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. ഈ സംസ്ഥാനങ്ങളിലൂടെ, ഈ 6 സംസ്ഥാനങ്ങളിലൂടെ ാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. എത്ര നീളമുണ്ട് പശ്ചിമഘട്ടത്തിന്? 1600 കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടത്തിൻ്റെ നീളം. പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 1200 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അതും അവിടെ ഓർത്ത് വച്ചേക്കുക. ഇനി അടുത്തത്, പശ്ചിമഘട്ടത്തെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. വർഷം എന്ന 2012 ജൂലൈ 1. എന്താണ് കാരണം നമ്മൾ പഠിച്ചു. സമ്പന്നമായ ജൈവവൈവിധ്യവും പ്രാദേശികമായ ജീവിവർഗ്ഗങ്ങളുമാണ് ഇവിടെ യുനെസ്കോ പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്താനുള്ള കാരണം. എന്നാണ് ഉൾപ്പെടുത്തിയത്? വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2012 ജൂലൈ 1. 2012 ജൂലൈ 1 ഉൾപ്പെടുത്തിയത്. യുനെസ്കോ പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉൾപ്പെട്ട പ്രദേശങ്ങളുടെ എണ്ണം 39 പ്രദേശങ്ങൾ ഉൾപ്പെട്ടു. യുനെസ്കോ പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തിൽ നിന്നുള്ള എത്ര പ്രദേശങ്ങൾ ഉൾപ്പെട്ടു? 39 പ്രദേശങ്ങൾ ഉൾപ്പെട്ടു. ശരി, ഇനി പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുവാനായി കേന്ദ്ര സർക്കാരിൻ്റെ വനം പരിസ്ഥിതി മന്ത്രാലയം രൂപം നൽകിയ പാനലിൻ്റെ തലവനാണ് മാധവ് ഗാഡ്ഗിൽ. 2010 കേട്ടോ. ഇനി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് ശുപാർശ ചെയ്യാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി വരുന്നത് 2013. ഓക്കെ, അപ്പം പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ വനം പരിസ്ഥിതി മന്ത്രാലയം ഒരു പാനലിന് രൂപം നൽകി. അതിൻ്റെ തലവൻ മാധവ് ഗാഡ്ഗിലാണ്.
ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഈ റിപ്പോർട്ട് നടപ്പാക്കണോ വേണ്ടേ, ഏതൊക്കെ കളയണം എന്നൊക്കെ അറിയാൻ വേണ്ടി റെക്കമെൻഡേഷൻസ് നടത്താൻ വേണ്ടി വേറൊരു കമ്മിറ്റി വന്നു. ആ കമ്മിറ്റിയുടെ പേരാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി, 2013. ഇനി കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുന്ന കേരളത്തിലെ വില്ലേജുകൾ എത്രയുണ്ടെന്ന് അറിയാമോ? 123 വില്ലേജുകൾ പരിസ്ഥിതി ലോല മേഖലയിലാണ് ഉൾപ്പെടുന്നത്. കേരളത്തിൽ നിന്നുള്ള 123 വില്ലേജുകൾ, 1, 2, 3 അല്ലേ. ഇനി കേരള സർക്കാർ രൂപീകരിച്ച പശ്ചിമഘട്ട സമിതിയുടെ മേധാവി ഉമ്മൻ വി ഉമ്മനാണ്. ഉമ്മൻ വി ഉമ്മൻ. ഓക്കെ, അപ്പം കേരള സർക്കാർ രൂപീകരിച്ചു. അപ്പം നേരത്തെ പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെയാണ്. മാധവ് ഗാഡ്ഗിൽ 2010, അതുപോലെ കസ്തൂരി രംഗൻ 2013. കേരള സർക്കാർ രൂപീകരിച്ച സമിതിയുടെ തലവനാരായിരുന്നു? ഉമ്മൻ വി ഉമ്മൻ. ഉമ്മൻ വി ഉമ്മൻ. ഇനി ലോകത്തിലെ 10 ഹോട്ടസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിൽ ഒന്നാണ് നമ്മുടെ പശ്ചിമഘട്ടം. ഓക്കെ, ലോകത്തിലെ 10 ഹോട്ടസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിൽ ഒന്നാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആവശ്യകത അടിസ്ഥാനമാക്കിയുള്ള വനവൽക്കരണ ഗവേഷണ വിപുലീകരണം പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ദേശീയ വനവൽക്കരണ ഗവേഷണ സംവിധാനത്തിന് ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ സ്ഥാപനം ഏതാണ്? കുറച്ച് വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ആവശ്യകത അടിസ്ഥാനമാക്കിയുള്ള വനവൽക്കരണ ഗവേഷണ വിപുലീകരണം പ്രോത്സാഹിപ്പിക്കുക, ഏറ്റെടുക്കുക ഒക്കെ ചെയ്യുന്ന വനവൽക്കരണ ഗവേഷണ സംവിധാനത്തിന് ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഓപ്ഷൻ സി, ICFRE. ICFRE ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച്, ഇങ്ങനെയുള്ള ഇന്ത്യയിൽ വനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ലോകത്തിലും ഇന്ത്യയിലും ഒക്കെയുള്ള ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷനെ കുറിച്ചാണ്. ICFRE എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. എന്നാണ് ഇത് രൂപീകൃതമായത്? 1986. 1986 ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പം ഇവിടെ നോക്കിയേ, ഈ ഗവേഷണ വിപുലീകരണം, റിസർച്ച് എന്ന് 2-3 വട്ടം പറയുന്നുണ്ടല്ലേ. അപ്പോൾ തന്നെ നമ്മുടെ എന്തുവാണ് ഈ ഒരു ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷനാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 1986 രൂപീകൃതമായത്. പരിസ്ഥിതി വനമന്ത്രാലയത്തിന് കീഴിൽ ഒരു ഓട്ടോണമസ് കൗൺസിലായിട്ട് രൂപീകരിച്ചത് 1991 ജൂണിലാണ്, ജൂൺ 1. ആസ്ഥാനം എവിടെ? ഡെറാഡൂൺ ആണ് കേട്ടോ. ഡെറാഡൂൺ ആണ് ആസ്ഥാനം. രാജ്യത്തെ വനവൽക്കരണ ഗവേഷണം, കണ്ടോ, വനവൽക്കരണ ഗവേഷണം, വിദ്യാഭ്യാസം, വ്യാപനം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് നിലവിൽ വന്ന സ്ഥാപനമാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തൊരു സംഘടന കൂടെ നോക്കിക്കോ. നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002 പ്രകാരം 2003 ഈ ഒരു നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി രൂപീകൃതമായത്. ഓക്കെ, മനസ്സിലായില്ലേ? 2003 രൂപീകൃതമായി. ഓക്കെ, പിന്നെ ഈ ഒരു ക്ലാസ്സിൻ്റെ PDF നോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ PDF ഷെയർ ചെയ്യാം ചാനലിൽ. ഓക്കെ, അപ്പം നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002 പ്രകാരം 2003 രൂപീകൃതമായത്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഉപദേശം നൽകുന്ന സംഘടനയാണ് ഈ ഒരു നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി. ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ നിലവിൽ വരാൻ കാരണമായ നിയമം ഏതാണ്? നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010 പ്രകാരമാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ നിലവിൽ വന്നത്. എന്നാ നിലവിൽ വന്നത്? 2010 ഒക്ടോബർ 18. 2010 ഒക്ടോബർ 18 നിലവിൽ വന്നു. ആദ്യ ചെയർപേഴ്സൺ ആരായിരുന്നു? ലോകേശ്വർ സിംഗ് പാണ്ഡെ. നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? പ്രകാശ് ശ്രീവാസ്തവ. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഏരിയയിൽ കറണ്ട് അഫേഴ്സ് റിലേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ എത്ര വനപ്രദേശമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 25 പോയിൻറ്റ് സംതിങ് ആണ്. അതുപോലെ നിലവിലെ ചെയർപേഴ്സൺ, ഇപ്പോൾ ഈ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? ഇതൊക്കെയാണ് കറണ്ട് അഫേഴ്സ് റിലേറ്റ് ചെയ്ത് ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് വനങ്ങൾ നൽകുന്ന ഇനി പറയുന്ന ആവാസ വ്യവസ്ഥാ സേവനങ്ങളിൽ ഏതാണ് സഹായിക്കുന്നത്?
പരാഗണം, കാർബൺ സംഗ്രഹണം, വിത്ത് വിതരണം, സാംസ്കാരിക മൂല്യം. അപ്പം ഇതും നമുക്ക് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഇത് നമുക്ക് കണ്ണും പൂട്ടി ഉത്തരം എഴുതുക. നോക്കിയേ, കാർബൺ സംഗ്രഹമാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി കാർബൺ സംഗ്രഹണം. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് വനങ്ങൾ നൽകുന്ന ആവാസ വ്യവസ്ഥാ സേവനങ്ങളിൽ സഹായിക്കുന്നത് കാർബൺ സംഗ്രഹണം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യപ്പെടുന്നത് മെയിനായിട്ട് വനങ്ങളും സമുദ്രങ്ങളുമാണ്. അതുപോലെ മണ്ണും ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ശരി. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് ഈ വനങ്ങളുടെ ഈ ഒരു സവിശേഷത സഹായിക്കുന്നുണ്ട്. വനങ്ങൾ, സമുദ്രങ്ങൾ, മണ്ണ് എന്നിവ പ്രകൃതിദത്ത കാർബൺ സിങ്കുകളായിട്ട് പ്രവർത്തിക്കുന്നു. കാർബൺ സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബണിനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി ഇവർക്കുണ്ട്. കാർബൺ സിങ്കുകളായിട്ട് ഇവ പ്രവർത്തിക്കുന്നുണ്ട്. ആഗോള കാർബൺ ചക്രത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് വനങ്ങൾ എന്ന് പറയുന്നത്. കാര്യം എന്താ? മരങ്ങളും സസ്യങ്ങളും ഒക്കെ ഈ പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടി, ിലൂടെയാണ് അവർ ആഹാരം നിർമ്മിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പ്രകാശ സംശ്ലേഷണത്തിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുകയും ചെയ്യുന്നു. പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് ഇവർക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആവശ്യമുണ്ട്, അത് ആഗിരണം ചെയ്യുന്നു, എന്നിട്ട് തിരിച്ച് ഓക്സിജൻ പുറത്തോട്ട് വിടുന്നു എന്നൊക്കെ നമുക്കറിയാം അല്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം അവിടെ ഓർത്ത് വെച്ചേക്കണേ. ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ സംരക്ഷിത പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്ത വിഭാഗം, പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ പെടാത്തത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, അത് പഠിക്കാനുണ്ട്. അപ്പം അവിടെ നിന്ന് നേരെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് സിലബസിലൂടെയെങ്കിലും കടന്നു പോയ ഒരാൾക്ക് തീർച്ചയായിട്ടും ഉത്തരം എഴുതാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. സ്പെഷ്യൽ ടോപ്പിക്ക് ഒരുപാട് കടുപ്പിച്ചൊന്നും ചോദിക്കൂല. നമ്മൾ ജനറലായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുക. നല്ല മാർക്ക് തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള 80 മാർക്കില്ലേ, അതും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ ഒരു 20 മാർക്ക് വിട്ടുകളയാതിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്തായാലും, കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി. ഇവിടെ സംരക്ഷിത പ്രദേശം, പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വൈൽഡ് ലൈഫ് സാങ്ച്വറി അത് പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. നാഷണൽ പാർക്ക് പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. കമ്മ്യൂണിറ്റി റിസർവ് പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്. ഇവിടെ റിസർവ് ഫോറസ്റ്റ് എന്തല്ല? പ്രൊട്ടക്റ്റഡ് ഏരിയ അല്ല. പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ ഉൾപ്പെടാത്ത വിഭാഗമാണ് റിസർവ് ഫോറസ്റ്റ്. ഓക്കെ, അപ്പോൾ ശരി, മനസ്സിലായി. പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഏതൊക്കെയാണ്? വൈൽഡ് ലൈഫ് സാങ്ച്വറി അത് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നിട്ടില്ല, പക്ഷേ ഇവിടെ ഓർത്ത് വെച്ചേക്കുക. വൈൽഡ് ലൈഫ് സാങ്ച്വറി അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതുപോലെ കമ്മ്യൂണിറ്റി റിസർവ്, നാഷണൽ പാർക്ക്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്രൊട്ടക്റ്റഡ് ഏരിയാസിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ താഴെ തന്നിരിക്കുന്നത് കേരളത്തിലെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണ്. ഓക്കെ, നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത ഡേറ്റയാണ് അത്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, പെരിയാർ വന്യജീവി സങ്കേതം, ഓക്കെ, ഇടുക്കിയിലാണ് 1950 രൂപം കൊണ്ടു. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം, 1958. പീച്ചി വാഗാനി വൈൽഡ് ലൈഫ് സാങ്ച്വറി അതെവിടെയാണ്? തൃശ്ശൂരാണ്. പീച്ചി വാഗാനി തൃശ്ശൂരാണ്. അതുപോലെ പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ച്വറി പാലക്കാട്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം പാലക്കാട് 1973. വയനാട് വന്യജീവി സങ്കേതം വയനാട് തന്നെ. ഇടുക്കി വന്യജീവി സങ്കേതം ഇടുക്കി. പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി തിരുവനന്തപുരം. അപ്പോൾ പേപ്പാറ, നെയ്യാർ ഇതൊക്കെ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. പിന്നെ തട്ടേക്കാട് ബാഡ് സാങ്ച്വറി, തട്ടേക്കാട് പക്ഷി സങ്കേതം അതെവിടെ? എറണാകുളം. പിന്നെ ചെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി കൊല്ലത്താണ്. ചെന്തുരുണി ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കൂലേ. ചെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെ? കൊല്ലം. ചിന്നാർ എവിടെയാണ്? ഇടുക്കിയാണ് കേട്ടോ. ചിന്നാർ ഇടുക്കി. ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണെങ്കിലോ? ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ച്വറി തൃശ്ശൂരാണ്. ചിമ്മിനി തൃശ്ശൂർ. ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി കണ്ണൂരാണ്. മംഗളവനം ബേഡ് സാങ്ച്വറിയാണ്. മംഗളവനം പക്ഷി സങ്കേതം എറണാകുളത്താണ്. കുറിഞ്ഞിമല ഇടുക്കി. ചൂലന്നൂർ പക്ഷി സങ്കേതം, ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? പാലക്കാട്. പാലക്കാട്. മലബാർ സാങ്ച്വറി എവിടെ? കോഴിക്കോട്. മലപ്പുറം എന്ന് പറയരുത്, മലബാർ സാങ്ച്വറി കോഴിക്കോട്. കൊട്ടിയൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെ? കണ്ണൂരാണ്. കരിമ്പുക വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെ? മലപ്പുറമാണ്. അപ്പോൾ 18 എണ്ണമാണുള്ളത്. 18ാമത്തേത് 2019 നിലവിൽ വന്ന കരിമ്പുക വന്യജീവി സങ്കേതമാണ്. 17ാമത്തേത് കൊട്ടിയൂർ വന്യജീവി സങ്കേതം 2011 നിലവിൽ വന്നത്. ഓക്കെ അല്ലേ? ശരി. 16ാമത്തേത് മലബാർ സാങ്ച്വറി 2009 നിലവിൽ വന്നു. ഓക്കെ, പിന്നെ 1984 വന്നത് ഏതൊക്കെയായിരുന്നു? 1984
ചെന്തുരുണി, ചിന്നാറ്, ചിമ്മിനി, ആറളം. ചെന്തുരുണി, ചിന്നാറ്, ചിമ്മിനി, ആറളം. അത് പഠിക്കാൻ എളുപ്പമുണ്ട്. ചെന്തുരുണി, ചിന്നാറ്, ചിമ്മിനി, ആറളം. ഇത് നാലും വന്നത് 1984. ഓക്കെ, ശരി. ഇനി ആ ഒരു ലിസ്റ്റ് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കണം കേട്ടോ. നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുമോ, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുകയൊക്കെ വേണം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, MABയുടെ പൂർണ്ണരൂപം. ഇതും സിലബസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയ ആൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. MABയുടെ പൂർണ്ണരൂപം എന്താണ്? മാൻ ആൻഡ് ബയോളജിക്കൽ റിസർവ്, മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പ്രോഗ്രാം, മാൻ ആൻഡ് ദി ബയോഡൈവേഴ്സിറ്റി പ്രോഗ്രാം, മാൻ ആൻഡ് ദി ബയോഡൈവേഴ്സിറ്റി റിസർവ്. ഇവിടെ നമ്മുടെ ഉത്തരം മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പ്രോഗ്രാം. ഓപ്ഷൻ ബി, മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പ്രോഗ്രാം ആണ് MABയുടെ പൂർണ്ണരൂപം. ഓക്കെ, അപ്പോൾ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം മനുഷ്യരും അവരുൾപ്പെടുന്ന പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഒരു ശാസ്ത്രീയ അടിത്തറ സ്ഥാപിക്കാൻ ലക്ഷ്യമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള പദ്ധതിയാണ് ഈ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം എന്ന് പറയുന്നത്. 1971 ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. 136 രാജ്യങ്ങളിലായിട്ടാണ് നിലവിൽ ഈ ഒരു ബയോസ്ഫിയർ പ്രോഗ്രാം വ്യാപിച്ചിരിക്കുന്നത്. എത്ര സൈറ്റുകളുണ്ട്? 759 759 മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം സൈറ്റുകളാണ് ഇന്ന് ലോകമെമ്പാടുമായിട്ട് വ്യാപിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ഒരു 74,42,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഓസ്ട്രേലിയയുടെ വലിപ്പമുണ്ട് ഈ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിന്. എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുവാണ്. ബയോസ്ഫിയർ സൈറ്റുകളായിട്ട് കണക്കുകൂട്ടിയിരിക്കുന്ന ഈ ഒരു ഏരിയ എല്ലാം കൂടെ ചേർത്ത് നോക്കുവാണെങ്കിൽ അതൊരു കോണ്ടിനെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൺട്രി ആയിട്ടുള്ള ഓസ്ട്രേലിയയുടെ അത്രയും വലിപ്പമുണ്ട്. ഓക്കെ, ശരി. ഇനി അടുത്തത്, ലോകത്തിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് സ്ഥാപിതമായത് 1979 ലോകത്തിൽ നിലവിലുള്ള ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം എത്ര? 759 ആണ് നിലവിലുള്ള ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം. ഇനി ഇന്ത്യയിൽ എത്രയാണുള്ളത്? ഇന്ത്യയിൽ 18 ബയോസ്ഫിയർ റിസർവുകളിൽ യുനെസ്കോ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 12 എണ്ണമാണ്. അപ്പോൾ ഇന്ത്യയിൽ ആകെ 18 ബയോസ്ഫിയർ റിസർവ് ഉണ്ട്. അതിൽ യുനെസ്കോ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 12 എണ്ണമാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽ പെടുന്ന ജീവി ഏതാണ്? താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽ പെടുന്ന ജീവി ഏതാണ്? ഏഷ്യൻ ആന, കടുവ, നീലഗിരി മാർട്ടിൻ, പുള്ളിപ്പുലി. ഓക്കെ, ഇതിലേതാണ്? നീലഗിരി മാർട്ടിൻ. ഓപ്ഷൻ സി, നീലഗിരി മാർട്ടിൻ ആണ് നമ്മുടെ ഉത്തരം. ഇത് എൻഡമിക് വിഭാഗത്തിൽ പെടുന്ന ജീവിയാണ് പശ്ചിമഘട്ടത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു പശ്ചിമഘട്ടത്തിനെ കുറിച്ച് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരും. ഇവിടെ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽ പെടുന്ന ജീവിയെക്കുറിച്ചാണ് ചോദിച്ചത്. അത് നീലഗിരി മാർട്ടിൻ ആണ്. ഇവിടെ ഞാൻ വിശദമായിട്ടൊരു ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിലെ പ്രധാന എൻഡമിക് സ്പീഷീസ് ഏതൊക്കെയാണ്? മാമൽസ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. നീലഗിരി താർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വരയാട് ഒരു കീ സ്റ്റോൺ സ്പീഷീസ് ആണ് കേട്ടോ. നീലഗിരി താർ എന്ന് പറയുന്നത് ഒരു കീ സ്റ്റോൺ സ്പീഷീസ് ആണ്. ഓർത്തു വെച്ചേക്കുക, കഴിഞ്ഞ LSGDക്കൊക്കെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കീസ്റ്റോൺ സ്പീഷീസ് ആണ് നീലഗിരി താർ. അതുപോലെ നീലഗിരി മാർട്ടിൻ. ഈ കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ആവാസ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഈ ഒരു ജൈവവൈവിധ്യത്തിൻ്റെ ഒരു ആണിക്കല്ലാണ്. ഈ ഒരു നീലഗിരി താറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവിടുത്തെ മൊത്തം സിസ്റ്റം കൊളാപ്സ് ആവാൻ വരെ സാധ്യതയുള്ള ഒരു സ്പീഷീസ് ആണ്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കാം. നീലഗിരി താർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നീലഗിരി മാർട്ടിൻ, മലബാർ സിവറ്റ് വെരികില്ലേ? മലബാർ വെരിഗ്. അതുപോലെ ലയൺ ടൈൽഡ് മക്കാക്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിംഹവാലൻ കുരങ്ങ്. പിന്നെ നീലഗിരി ലാംഗ്വർ. ഇതൊക്കെ എന്തുവാണ്? എൻഡമിക് സ്പീഷീസ്, പശ്ചിമഘട്ടത്തിലെ എൻഡമിക് സ്പീഷീസ് ആണ്. ഇനി അതുപോലെ പശ്ചിമഘട്ടത്തിലെ പ്രധാന എൻഡമിക് പക്ഷികളാണ് നീലഗിരി പിപ്പിറ്റ്. ഇങ്ങനെയൊക്കെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നത് അറിയില്ല കേട്ടോ. മലബാർ ഗ്രേ ഹോൺബിൽ, അതുപോലെ ബ്ലൂ വിങ്ഡ് പാരാക്കിറ്റ്, മലബാർ ലാർക്ക്. ഇതൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട എൻഡമിക് പക്ഷികളാണ്. ഇവിടെ ഞാൻ ചിത്രമൊക്കെ തന്നിട്ടുണ്ട്. കൊള്ളാം അല്ലേ? ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എല്ലാം. വൈറ്റ് ചീക്കഡ് ബാർബറ്റ്. ഇത് നമ്മുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ വരുന്ന ഒരു പക്ഷിയാണ് കേട്ടോ. വൈറ്റ് ചീക്കഡ് ബാർബറ്റ്. ഇത് എൻഡമിക് ആയിരുന്നല്ലേ? എൻഡമിക് പക്ഷിയായിരുന്നല്ലേ? അപ്പോൾ പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിലെ ഒരു എൻഡമിക് സ്പീഷീസ് ആണ് ചെങ്കുറിഞ്ഞി. അത് ഓർത്ത് വെച്ചേക്കണേ. പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിലെ ഒരു എൻഡമിക് സ്പീഷീസ് ആണ് ചെങ്കുറിഞ്ഞി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനം വയനാട്, ഇടുക്കി, തൃശ്ശൂർ, പത്തനംതിട്ട. എവിടെയാണ്?
തീർച്ചയായിട്ടും അത് ഇടുക്കിയിലാണല്ലേ. ഇടുക്കിയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനം ഉള്ളത് ഇടുക്കിയിലാണ്. ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്, നോക്കിക്കോളൂ. സൈലന്റ് വാലി എവിടെ? പാലക്കാടാണ്. സൈലന്റ് വാലി പാലക്കാട്, 1984. അപ്പോൾ പാലക്കാട് ആകെ ഒന്നേ ഉള്ളൂ അല്ലേ. ഇനി അടുത്തത് ബാക്കിയുള്ള ഇരവികുളം നാഷണൽ പാർക്ക്, ആനമുടിച്ചോല, പാമ്പാടുംചോല, മതികെട്ടാൻചോല, പെരിയാർ നാഷണൽ പാർക്ക്, ഇതെല്ലാം ഇവിടെ തന്നെ. കേരളത്തിലെ ബാക്കി ദേശീയോദ്യാനങ്ങളെല്ലാം ഇടുക്കിയിലാണ്. അപ്പോൾ ഇനി പറഞ്ഞേ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനം എവിടെ? അത് ഇടുക്കിയിലാണ്. ഇരവികുളം നാഷണൽ പാർക്ക് 1978, ആനമുടിച്ചോല, പാമ്പാടുംചോല, മതികെട്ടാൻചോല, ഇത് മൂന്നും ഏത് വർഷമാണ്? 2003. 3 ചോലകൾ വന്നത് 2003. ഓക്കെ, ചോല ഓക്കെ. അപ്പോൾ ശരി, ആനമുടിച്ചോല, പാമ്പാടുംചോല, മതികെട്ടാൻചോല നാഷണൽ പാർക്ക്, ഇത് മൂന്നും വന്നത് 2003. 3 വന്നു, 2003 വന്നു. എവിടെയാണ് വന്നത്? ഇടുക്കിയിലാണ്. ഓക്കെ, അപ്പോൾ ശരി. കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ പഠിച്ചേ. സൈലന്റ് വാലി നാഷണൽ പാർക്ക് 1984 പാലക്കാട്. ഓക്കെ, ഇനി പെരിയാർ നാഷണൽ പാർക്ക് 1982 ആണ്, ഇടുക്കിയാണ്. മതികെട്ടാൻചോല, പാമ്പാടുംചോല, ആനമുടിച്ചോല 2003 ഇടുക്കി. ഇരവികുളം നാഷണൽ പാർക്ക് ഇടുക്കി 1978 ആണ്. ഓക്കെ, ഈ ഒരു പേജ് നിങ്ങളൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക, പിന്നീട് റിവിഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇനി അടുത്തത് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം. നമ്മൾ നേരത്തെ പഠിച്ചതേ ഉള്ളൂ. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2012 2012 ജൂലൈ 1 അല്ലേ. 2012 ജൂലൈ 1 ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് ഉടനെ തന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതിന് മുന്നേ ഈ ഒരു ക്ലാസ്സിൻ്റെ PDF ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അതുപോലെ തന്നെ ചാനലിൽ ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു ഫ്രീ കോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എക്സാമിന് കൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഹെൽപ്ഫുൾ ആവും. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഡെയിലി NCERT ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ PYQ ക്ലാസ്സസും കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചാനലിൽ ജോയിൻ ചെയ്യുക കേട്ടോ. കമലോബിൽ PSC എന്ന് ടെലഗ്രാമിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഞാൻ താഴെ ലിങ്ക് ഷെയർ ചെയ്തേക്കാം. ഓക്കെ അല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫേഴ്സിൻ്റെ ചാനലാണ് പത്രവാർത്തകൾ. ഓക്കെ, ഓൾറെഡി നിങ്ങൾ ചിലപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. പത്രവാർത്തകൾ എന്ന് നിങ്ങൾ ടെലഗ്രാമിൽ ടൈപ്പ് ചെയ്ത് നോക്കുക, സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. പത്രവാർത്തകളെന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്ത് ചാനലിൽ ജോയിൻ ചെയ്യുക. ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്ന കറണ്ട് അഫേഴ്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 2025 ഗ്ലോബൽ ഫോറസ്റ്റ് റിസോഴ്സസ് അസസ്മെൻറ്റ് പ്രകാരം ആഗോള പരിസ്ഥിതി സംരക്ഷണത്തിൽ വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 9ാമത്തെ സ്ഥാനമാണ്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചായിരുന്നോ? ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ചാനലിൽ കാണാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ പത്രവാർത്തകൾ ചാനലിൽ ജോയിൻ ചെയ്തിട്ട് ജസ്റ്റ് മലയാളത്തിൽ ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കണ്ടോ? നിങ്ങൾ ചാനലിൽ ആദ്യം ജോയിൻ ചെയ്യണം. എന്നിട്ട് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കണ്ടോ? ഇതിൽ നിങ്ങൾ വനം എന്നൊന്ന് മലയാളത്തിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്ക്. വനം ഒന്ന് ടൈപ്പ് ചെയ്യുമ്പം വനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കറണ്ട് അഫേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ, ഈ ഒരു വർഷം എന്തൊക്കെ വനങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടോ, അതെല്ലാം ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഒരു ഐഡിയ ഉണ്ടാവും. നിങ്ങൾക്ക് നല്ലൊരു ഒരു 3 മാർക്കെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ശരി. 2025 ഗ്ലോബൽ ഫോറസ്റ്റ് റിസോഴ്സസ് അസസ്മെൻറ്റ് പ്രകാരം ആഗോള പരിസ്ഥിതി സംരക്ഷണത്തിൽ വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 9ാം സ്ഥാനം. ഓക്കെ, ഇനി കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രി ഭൂപേന്ദർ യാദവ്. ഓക്കെ, അപ്പം കേരളത്തിൻ്റെ വന വകുപ്പ് മന്ത്രി ആരാണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ കേന്ദ്രത്തിൻ്റെ പറഞ്ഞു. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രി ഭൂപേന്ദർ യാദവ് ആണ്. കേരള വനം വകുപ്പ് മന്ത്രി ആരാണ് എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കറിയാൻ പറ്റും നിങ്ങൾ അവസാനം വരെ ക്ലാസ് കണ്ടുവന്ന്. ഇനി ആരും ടൈപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ വിചാരിക്കും ആദ്യമേ നിങ്ങളെല്ലാം ക്ലാസ് നിർത്തിപ്പോയി അല്ലേ. ഓക്കെ, അപ്പോൾ ശരി, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് സ്പീഡായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നാലും കുറച്ച് ലാഗായെന്ന് എനിക്കറിയാൻ വയ്യ. ഓക്കെ, അപ്പോൾ ശരി. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്. ഈ ചാനലിൽ ജോയിൻ ചെയ്യുന്ന കാര്യം നിങ്ങൾ മറക്കണ്ട കേട്ടോ. കമലോബിൽ PSC ആയാലും പത്രവാർത്തകളായാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.